അസ്സലാമു അലൈക്കും. ഹായ് പ്രിയ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത്, പല രക്ഷിതാക്കളും പറഞ്ഞിരുന്നു നമ്മളെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ഒന്ന് പറയുമോ എന്ന്. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞു എന്നതിന് ശേഷമാണ് ഞാനിനി ആൻസേഴ്സ് എല്ലാം പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തായാലും നമുക്ക് എല്ലാ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഖീദയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, യോജിച്ചവ ചേർക്കാം. നമുക്കിവിടെ ഈ സൈഡിൽ ബോക്സിലായിട്ട് ഉത്തരങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന് നേരെ മാച്ചായ ഉത്തരം എഴുതി കൊടുത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം, സുന്നത്തിൻ്റെ ഭാഷാർത്ഥം. സുന്നത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? നടപടിക്രമം. ഓക്കെ, സുന്നത്ത്, ചര്യ, നടപടിക്രമം എന്നൊക്കെയാണ് സുന്നത്തിൻ്റെ ഭാഷാർത്ഥം വരുന്നത്. 2, തള്ളപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഏതിനെയാണ് തള്ളപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ബിദ്അത്തുൽ ളലാല. ഓക്കെ, ബിദ്അത്തുൽ ളലാലയാണ് നബി തങ്ങൾ തള്ളപ്പെടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അനുഗ്രഹീയരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? സ്വഹാബത്ത്. ഓക്കെ, 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ആര്? പണ്ഡിതന്മാർ. 5-ാമത്തെ ചോദ്യം നോക്കൂ, ദഅവത്തിൻ്റെ അർത്ഥം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളിക്കൽ, ക്ഷണിക്കൽ എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? ഇനി 6-ാമത്തെ ചോദ്യം നോക്കൂ, 950 വർഷം ദഅവത്ത് നടത്തി. ആരാണ് 950 വർഷം ദഅവത്ത് നടത്തിയ ആള്? നൂഹ് നബി അലൈഹിസ്സലാം. ഓക്കെ ആണല്ലോ. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ബലാദത്ത്. ബലാദത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്യം. 8, കിത്മാൻ. കിത്മാൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മറച്ചുവെക്കൽ. ഓക്കെ, ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 2 വീതം എഴുതാം. 1, മുർസലുകൾക്ക് വാജിബായ സിഫത്തുകൾ. മുർസലുകൾക്ക് വാജിബായ സിഫത്തുകൾ നമ്മൾ 4 പഠിച്ചിട്ടുണ്ട്. മുസ്തഹീലായ സിഫത്തുകളും 4, അല്ലേ? അപ്പോൾ ആ 4 നിന്ന് ഏതെങ്കിലും 2 വാജിബായ സിഫത്തുകൾ എഴുതണം. ഏതൊക്കെയാണ്? സിദ്ഖ്, അമാനത്ത്, തബ്ലീഗ്, ഫത്താനത്ത്. ഇത് 4 വാജിബായ സിഫത്തുകൾ. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ, ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഖുർആനിൽ പറയപ്പെട്ട മുർസലുകൾ. ഖുർആനിൽ പറയപ്പെട്ട മുർസലുകൾ ടോട്ടൽ 25 പേരാണുള്ളത്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പേരെ എഴുതണം. ആരൊക്കെയാണ്? ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ഇബ്രാഹിം, ലൂത്ത്, അങ്ങനെ 25 പേരും അലൈഹിമുസ്സലാം. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പേരെ നമ്മൾ എഴുതിയാൽ മതി. 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ദഅവത്തിൻ്റെ ഇനങ്ങൾ. ദഅവത്ത് 2 വിധമുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക, അതുപോലെ വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? അവിശ്വാസികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. 2-ാമത്തത്, വഴിതെറ്റിപ്പോയവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പൂർത്തിയാക്കാം. 1, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ ഡാഷ്, അവൻ നിന്നെ കാണുന്നുണ്ട്. ഓക്കെ. 2, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്, അവന് ഡാഷ്, അവന് കൂട്ടുകാർ ഇല്ല. 3, തൗഹീദിൻ്റെ നേർവിപരീതമാണ് ഡാഷ്, ഷിർക്ക്. ഓക്കെ, തൗഹീദിൻ്റെ നേർവിപരീതമാണ് ഷിർക്ക്. 4, അള്ളാഹുവിന് വാജിബായ സിഫത്തുകളുടെ നേർമാറ്റമാണ് അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്തുകൾ, അല്ലേ? 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മലക്കുകൾക്ക് നായ, പന്നി അല്ലാത്ത ഏത് രൂപത്തിലും രൂപപ്പെടാൻ കഴിയും. ഓക്കെ, ഇനി 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരം എഴുതാം. 1, ഖുർആനിന് മുമ്പുള്ള കിതാബുകളും ഏടുകളും ആർക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ്?
ആർക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ്? അവ ഇറക്കപ്പെട്ടത് ആ കാലക്കാർക്ക് മാത്രം വേണ്ടിയിട്ടാണ്, അല്ലേ? ഖുർആൻ എക്കാലത്തേക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. പക്ഷെ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ ആ കാലക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കപ്പെട്ടതാണ്. 2. മുർസലുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ചില പുരുഷന്മാരെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. അവരാണ് മുർസലുകൾ. ആരാണ് മുർസലുകൾ? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനായി മനുഷ്യരിൽ നിന്നും പുരുഷന്മാരായ ചിലരെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. അവരാണ് മുർസലുകൾ. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിനൊടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഫൽയുബല്ലഇ ഷാഹിദുൽ ഗായിബ. ഫൽയുബല്ലഇ ഷാഹിദുൽ ഗായിബ. ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് നബി തങ്ങളുടെ സുന്നത്തുകൾ അല്ലെങ്കിൽ നബി തങ്ങളുടെ ചര്യ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബർസഖ് എന്നാൽ എന്താണ്? മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്, ബർസഖിയായ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. 1. ഖബറിൽ മറവ് ചെയ്താൽ 2 മലക്കുകൾ വന്ന് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി അവനോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? 4 മാർക്കുണ്ട് ഈ ചോദ്യത്തിന്, അപ്പം ഒത്തിരി എഴുതണം. അവൻ്റെ റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നബിയെക്കുറിച്ചും മറ്റും ചോദിക്കും. ഓക്കെ. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം. 1. നബിയുടെ ചര്യയും ഡാഷ് അവരാണ് വിജയികൾ. എന്താണ് ഉത്തരം? നബിയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരാണ് വിജയികൾ. ക്ലിയറായോ? 7-ാമത്തെ ചോദ്യം നോക്കൂ. ക്രമത്തിലാക്കാം. 1. ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അഹ്ദസ. ഇതെങ്ങനെ ഓർഡർ ആക്കാം? മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഓക്കെ. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും എല്ലാം നന്നായി കാണാതെ പഠിച്ചിരിക്കണം. അതിനർത്ഥം എഴുതാനും ക്രമം തെറ്റിച്ചിട്ടും പൂരിപ്പിക്കാനും എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക. എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.